ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി മാത്രമല്ല, ഇന്ന് ഔട്ട്ഡോർ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? വാ. അപ്പോൾ ഞാനിത് മൺചട്ടിയില തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനിലാണെങ്കിൽ പാനിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 10-15 ചുവന്നുള്ളി, 10-20 ചുവന്നുള്ളി ഉണ്ട് കേട്ടോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 8-9 അല്ലിയുണ്ട് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ചെറിയ സവാള അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലുത് ആണെങ്കിൽ 1 സവാള മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എന്ന് ഞാൻ അടുക്കളയിൽ വെച്ചാൽ കുക്കിംഗ് ചെയ്യുന്നത്, അപ്പോൾ ഇന്നൊന്ന് പുറത്ത് വെച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്യാനൊക്കത്തില്ല, അപ്പോൾ ഇടയ്ക്കൊന്ന് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു ചാനൽ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഷെഫ് പിള്ളച്ചേട്ടനില്ലേ, പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ എനിക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി യോജിപ്പിക്കാം. തീ ഈ സമയം ഒന്ന് കുറച്ച് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഈ ചിക്കനിലൊക്കെ നല്ലപോലെ ഒന്ന് പെരണ്ട് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒരുപാട് ഗ്രേവി ഇതിനുണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി, അത് ആ പൊട്ടറ്റയിലും ഈ മുളക് പൊടിയെല്ലാം ഒന്ന് പെരണ്ട് കിട്ടണം. അതുപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയമൊന്നും നമ്മളിതിൽ വെള്ളം ഒഴിക്കാനേ പാടില്ല. നമ്മൾ ഈ കുക്കിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർ, ഇഷ്ടമുള്ളവർ പല കുക്കിംഗ് ചാനലും കാണും. അതുപോലെ തന്നെ നമ്മൾ പല റെസിപ്പിയും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഒന്ന് ഊറി വരണം. നമ്മൾ ചിക്കനിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കാനേ പാടില്ല. വെള്ളം ചേർക്കും ഈ സമയത്ത് നമ്മൾ ഒഴിക്കരുത്. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ ഗ്രേവി ഇതുപോലെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കണ്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾക്കും കൂടെ ഞാനൊന്ന് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില വീഡിയോയിലൊക്കെ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ചെയ്യുന്നത്. ചില സാധനങ്ങൾ ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അങ്ങ് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, വെളിയിലാണ് ചെയ്തത്, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഈ പരിസരത്തെല്ലാം മണം കൊണ്ടങ്ങ് നിറയും. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെ. ഇനി നമുക്കൊരല്പം 1 കപ്പ് വെള്ളത്തിൽ, ഒരു കൊച്ചു കപ്പിന് 1 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. എടുത്ത വലിയ കപ്പിലാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേ, എടുത്തോണ്ട് വന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് ഇതുപോലെ നമുക്കൊന്ന് ഇപ്പോൾ കറിയൊക്കെ നോക്കിയാൽ നല്ല ചുമചുമാന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേനും
മൺചട്ടി പ്രത്യേകിച്ച് പെട്ടെന്ന് അടിയിൽ പിടിക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാന് പോലെ അല്ല കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും എരിവോ ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എരിവൊക്കെ ആണെങ്കിൽ ഒന്ന് എണ്ണയിൽ പൊടി മൂപ്പിച്ചിട്ടേ ഇടാവും കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതിനൊരു താളിപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3-4 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഉള്ളി ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. നല്ല മെറൂൺ കളറായി കിട്ടണം. കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക. ഈ താളിപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോണ്ടല്ലോ ചിക്കൻ കറി വേറെ ലെവലാവും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു രക്ഷയില്ല. ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 2-3 കറി ലീഫും കൂടെ ഇട്ട് മൂപ്പിച്ച് നമുക്കിതൊന്ന് മാറ്റാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ചട്ടി ചൂടായതുകൊണ്ടാണ് ഞാൻ പാനൊന്ന് പൊക്കി പിടിച്ചത്. അല്ലെങ്കിൽ ഒത്തിരി ചൂടായി കഴിയുമ്പോൾ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ താളിപ്പ് ഒഴിച്ച് ഉടനെ ഇളക്കി കോരാൻ നിൽക്കരുത്. അപ്പോൾ ഇതൊന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ താളിപ്പിൻ്റെ ഈ കറി ലീഫിൻ്റെ അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെയൊക്കെ മണം ഈ ചിക്കനിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുറുകി ചാറൊക്കെ കുറുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല കിടിലൻ ചിക്കൻ കറിയല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. നല്ല കിടിലൻ ചിക്കൻ കറി ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ എല്ലാം ചേരുന്ന ഒരു അടിപൊളി ചിക്കൻ കറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മഴയാണ്, എന്നാലും ഞാൻ കഴിവിൻ്റെ പരമാവധിയൊക്കെ നോക്കാം കേട്ടോ. കാണാനും കഴിക്കാനും നല്ല കിടിലൻ ചിക്കൻ കറി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.